താങ്കൾക്ക് എന്താണ് വേണ്ടത്? എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. ജൂഡായുടെ സിംഹമേ, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ സൗഹൃദം തന്നെ ആവട്ടെ, അവിടുന്ന് തുടങ്ങാം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് താങ്കളുടെ നാട്ടിലേക്ക് ചില അടിമകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അടിമകൾ തിരിച്ചുപോയിക്കൊള്ളും. ഞങ്ങളുടെ അടിമകളെ ഇങ്ങോട്ട് തിരിച്ചയക്കേണ്ട ആവശ്യമില്ല. അവരിൽ കുറച്ചാളുകൾ അടിമകളല്ല, സ്വതന്ത്രരാണ്, കലാപകാരികൾ. കലാപകാരികൾ? അവർ അറേബ്യയിൽ ശല്യക്കാരാണെങ്കിൽ എന്തുകൊണ്ട് നമ്മെ അറിയിച്ചില്ല? അവർ മതത്തിനെതിരെയുള്ള കലാപകാരികളാണ്. എല്ലാ കാലത്തും മതങ്ങളിലും കലാപകാരികൾ ഉണ്ടായിട്ടുണ്ട്. അടിമകളുടെ ശരീരത്തിന് മുകളിൽ മാത്രമല്ലേ നമുക്ക് ആധിപത്യം ഉണ്ടായിട്ടുള്ളൂ? മഹാനായ യേശുക്രിസ്തു പറഞ്ഞത് മനുഷ്യരുടെ ആത്മാവ് അവനെന്ന ഇടയന്റെ ആട്ടിൻകൂട്ടമാണ്. ഇവർ അവരുടെ പിതാക്കന്മാരുടെ മതത്തെ വഞ്ചിച്ച അറബികളാണ്. പ്രവാചകനെന്ന് വിളിക്കുന്ന ഒരു ഭ്രാന്തനെയാണ് അവർ പിൻപറ്റുന്നത്. അവർക്ക് പറയാനുള്ളത് കേൾക്കാതെ അവരെ തടവിലിടാൻ എനിക്ക് സാധ്യമല്ല. അവരുടെ കുനിയാത്ത തലകൾ, അതുമതി അവർക്ക് തൂക്കുമരം ലഭിക്കാൻ. നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന് മുമ്പിൽ തലകുനിക്കാറില്ലേ? മുഹമ്മദ് ഒരു മനുഷ്യനാണ്. ഞങ്ങൾ ദൈവത്തിനു മുമ്പിൽ മാത്രമേ തലകുനിക്കൂ. മുഹമ്മദിന്റെ അത്ഭുത സിദ്ധികൾ എവിടെ ജാഫർ? അവനൊരു പ്രവാചകനായിരുന്നുവെങ്കിൽ അത്ഭുത സിദ്ധികൾ കൊണ്ട് ഈ ആകാശം നിറയ്ക്കുമായിരുന്നു. വളരെ ശരിയാണത്. ദൈവം പ്രവാചകന്മാർക്ക് അവരെ തിരിച്ചറിയാൻ വേണ്ടി ചില അത്ഭുത സിദ്ധികൾ നൽകാറുണ്ട്. മുഹമ്മദിന്റെ ദിവ്യാത്ഭുതം പരിശുദ്ധ ഖുർആനാണ്. ഒരു പുസ്തകം ദൈവത്തിന്റെ പേരും പറഞ്ഞ് അക്ഷരാഭ്യാസമില്ലാത്ത ഒരുത്തൻ എഴുതിയത്. ചക്രവർത്തിക്ക് ഇത്രയും കേട്ടത് പോരെ? ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് ദൈവം അയച്ചു കൊടുത്തത് തീയുടെ നാവുകളായിരുന്നു. അപ്പോഴവർ ലോകത്ത് അവർക്കറിയാത്ത വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ഇക്കാലത്തും ഇത്തരം അത്ഭുതങ്ങൾ നടക്കുമെന്നാണോ? കേട്ടത് മതി, പിടിച്ചു കെട്ടവരെ. മക്കയിലെ പീഡനം സഹിക്കാൻ വയ്യാതായപ്പോഴാണ് തിരുമേനി ഞങ്ങളെ താങ്കളുടെ അടുത്തേക്ക് അയച്ചത്. നീതിമാനും മനുഷ്യസ്നേഹിയുമായ താങ്കളുടെ അടുത്തേക്ക്. അവർ പീഡനമെന്ന് പറയുന്നത് അവർക്ക് കിട്ടേണ്ട ശിക്ഷയായിരുന്നു. അതാണ് നിയമം. പ്രവാചകൻ എന്തിനാ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? കാരണം താങ്കളും ഞങ്ങളെപ്പോലെ ഏകദൈവത്തിന്റെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നു. താങ്കളുടെ വിശാല ഹൃദയത്തിൽ ദൈവം ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം കരുതി. ഇവരോട് സംസാരിക്കുന്നത് വെള്ളത്തിൽ എഴുതുന്നത് പോലുള്ള ഒരു പാഴ്വേലയാണ്. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് സുഹൃത്തെ. പറയൂ. വർഷങ്ങളോളം ഞങ്ങൾ കല്ലിനെയും മരങ്ങളെയും ആരാധിച്ചു. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഓരോരോ രൂപങ്ങളെ. ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ ഞങ്ങൾ ജീവിച്ചു. ഞങ്ങൾക്ക് ഭൂമിയിലെ നിയമമല്ലാതെ ദൈവത്തിന്റെ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. പണക്കാരൻ പാവങ്ങളെയും കാരുണ്യത്തെയും തള്ളിക്കളഞ്ഞു. തളർന്നു വീഴുന്ന തന്റെ സഹോദരനെ കൈപിടിച്ചുയർത്തുന്നത് നിലവിലെ സാമൂഹിക ക്രമത്തിന് വിരുദ്ധമായി അവർ വ്യാഖ്യാനിച്ചു. ഈ മനുഷ്യത്വമില്ലാത്ത സമൂഹത്തിന് മാതൃകയായി ദൈവം ഒരാളെ കാണിച്ചു തന്നു. ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. വികാരം കൊള്ളാതെ ശാന്തമായി സംസാരിച്ചോളൂ. ഞാൻ സംസാരിക്കുന്നത് ദൈവദൂതനു വേണ്ടിയാണ്. മുഹമ്മദ് ഞങ്ങളെ പഠിപ്പിച്ചത് ഏകദൈവത്തെ ആരാധിക്കാനാണ്, സത്യം മാത്രം പറയാനാണ്, തന്നെപ്പോലെ തന്റെ അയൽവാസിയെയും സ്നേഹിക്കാനാണ്, ധർമ്മം ചെയ്യാനാണ്. ഒരു പുഞ്ചിരി പോലും ധർമ്മമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാൻ, അനാഥർക്ക് അഭയം നൽകാൻ, കല്ലുകളുടെയും മരങ്ങളുടെയും ദൈവങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകാൻ.
ഈ ദൈവനിഷേധം കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞങ്ങളൊരു പുരാതന സംസ്കാരത്തിന്റെ ആളുകളാണ്. ദൈവത്തിനെ അറിയാത്ത ആളുകൾക്ക് അതിനെ കല്ലെന്നും മരമെന്നും വിളിക്കാനാവൂ. ബിംബങ്ങളുടെ ബാഹ്യരൂപത്തെയല്ല, മറിച്ച് അതിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മാവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ശരിയാണ്, ബിംബാരാധന എല്ലാവർക്കും എപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. നന്ദി തിരുമനസേ. ഇനി ഇവർ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് കേട്ടോളൂ. ദൈവം സ്ത്രീയെ പുരുഷന്റെ ഇണയായാണ് സൃഷ്ടിച്ചത്. അവൾ വ്യത്യസ്തയാണെങ്കിലും പുരുഷന് തുല്യയാണ്. തുല്യരോ? നമ്മൾ അവരെ വിലയ്ക്ക് വാങ്ങുന്നു, തീറ്റിപ്പോറ്റുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു, ഉപയോഗിക്കുന്നു, ഉപേക്ഷിക്കുന്നു. എന്നിട്ടവർ നമുക്ക് തുല്യരാണത്രേ. ദൈവം മനുഷ്യനെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. ആമ്ര, നിന്നെ ഗർഭം ധരിച്ച സ്ത്രീയെപ്പോലെ നീ എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കണം. എന്തുപറ്റി? അവന്റെ ഒരു ദൈവം വാചാലനാകുമ്പോൾ നിങ്ങളുടെ 300 ദൈവങ്ങൾക്ക് മിണ്ടാട്ടമില്ലേ? ദൈവം ഇതിനു മുമ്പും നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ഇബ്രാഹിമിലൂടെയും നൂഹിലൂടെയും മൂസയിലൂടെയും ഈസയിലൂടെയും നമ്മളത് കേട്ടതല്ലേ? ഇപ്പോൾ മുഹമ്മദിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ എന്താണ് ഇത്ര അത്ഭുതം? ആ പേരുകളെല്ലാം നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? ആ പേരുകളെല്ലാം ഖുർആനിലുണ്ട്. മുഹമ്മദിനെ എനിക്കറിയാം. ആടിനെ മേച്ച് നടന്നിരുന്ന ഒരു അനാഥനായിരുന്നു അവൻ. ഞങ്ങളുടെ ക്രിസ്തു ഒരു മരപ്പണിക്കാരനായിരുന്നു. ക്രിസ്തു പറഞ്ഞത് തന്നെയാണ് മുഹമ്മദ് പറയുന്നത്. ആ 2 കിരണങ്ങളും ഒരേ വെളിച്ചത്തിൽ നിന്ന് തന്നെയാണ്. ക്രിസ്തുവിനെ തള്ളി പറയുന്നവരാണിവർ. പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും 3 ദൈവങ്ങളുണ്ട് നിങ്ങൾക്കെന്നാണ് ഇവർ പറയുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ദൈവത്തിന് പുത്രനുണ്ടാവില്ലെന്നാണ് ഇവർ പറയുന്നത്. ക്രിസ്തു ദൈവപുത്രനല്ലത്രേ. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പറയൂ. ഞങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് ഞങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. മറിയം എന്ന പേരുള്ള കന്യകയുടെ ഉദരത്തിൽ ദൈവം തന്റെ ചൈതന്യം പകർന്നു. അവർ ഗർഭം ധരിച്ചു. അങ്ങനെയാണ് ഈസ എന്ന പ്രവാചകൻ പിറന്നത്. പ്രവാചകൻ പുത്രനല്ല. ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് എന്തത്ഭുതമാണ് നിങ്ങളുടെ ഖുർആൻ പറയുന്നത്? ഞാനത് വിശദീകരിച്ചു തരാം. ഇങ്ങോട്ട് അടുത്തേക്ക് വരൂ. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഈ വേദത്തിൽ മറിയമിന്റെ വൃത്താന്തം വിവരിച്ചുകൊള്ളുക. അവൾ സ്വജനത്തിൽ നിന്നകന്ന് കിഴക്കുവശത്ത് ഏകാന്തിയായി കഴിഞ്ഞ സന്ദർഭം. അവൾ ഒരു തിരശ്ശീലയിട്ട് മറഞ്ഞിരിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ നാം നമ്മുടെ മലക്കിനെ അവരിലേക്ക് അയച്ചു. മലക്ക് തികഞ്ഞ മനുഷ്യരൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. പെട്ടെന്ന് മറിയം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് കാരുണ്യവാനായ അള്ളാഹുവിൽ അഭയം തേടുന്നു. നിങ്ങൾ ഒരു ദൈവഭയമുള്ളവനാണെങ്കിൽ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്റെ റബ്ബിന്റെ ദൂതനാകുന്നു. നിനക്ക് വിശുദ്ധനായൊരു പുത്രനെ തരുന്നതിനു വേണ്ടി നിയുക്തനായവൻ. മറിയം പറഞ്ഞു, എനിക്ക് പുത്രനുണ്ടാവുന്നത് എങ്ങനെ? എന്നെ ഒരു പുരുഷനും സ്പർശിച്ചിട്ട് പോലുമില്ല. ഞാൻ ദുർനടത്തക്കാരിയുമല്ല. മലക്ക് പറഞ്ഞു, അവിധം തന്നെ സംഭവിക്കും. അപ്രകാരം പ്രവർത്തിക്കുക എനിക്ക് വളരെ നിസ്സാരമാണെന്ന് നിന്റെ റബ്ബ് പറയുന്നു. ആ കുഞ്ഞിനെ ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ആക്കേണ്ടതിനത്രേ നാം ഇങ്ങനെ ചെയ്യുന്നത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസം ഈ വരയേക്കാൾ വലുതല്ല. ഒരു മലയോളം സ്വർണം തരാമെന്ന് പറഞ്ഞാലും ഇവരെ നിങ്ങൾക്ക് വിട്ടുതരില്ല. നിങ്ങൾക്ക് സമാധാനമായി അബ്സീനിയയിൽ ജീവിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലം അത്രയും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. നന്മകൾ വരട്ടെ.